ഹലോ, ഞാൻ ഇന്ന് കേരയുടെ തലയാണ് കറി വെക്കുന്നത്. നമുക്ക് 2 വലിയ കേരയുടെ തല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഒന്നിച്ചങ്ങോട്ട് വെച്ചില്ല, ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അവിടെ നിന്ന് തന്നെ മുറിച്ചാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി. നമുക്ക് ഷാപ്പിലും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു നാടൻ കറിയാണ്. പണ്ടൊക്കെ അമ്മാമ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള കറികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കേരയെന്ന് വെച്ചാൽ ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കിയില്ല, ചെറിയൊരു കഷ്ണങ്ങളാക്കിയൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ചുമന്നുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 10-16 ചുമന്നുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 4 പച്ചമുളക്, ഒരു അത്യാവശ്യം വലിയൊരു ഇഞ്ചി ഒരുക്കിയത്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. മല്ലിപ്പൊടി ആണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉലുവ, 2 സ്പൂൺ ഫിഷ് മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം, ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് വടിയനെ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് കുത്തി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചട്ടി ചൂടായതിലേക്ക് ആദ്യം ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3ഉം ചതച്ചത് അത്യാവശ്യം ഒരു പകുതി വാടുന്നത് വരെ വഴറ്റി കൊടുത്ത്, പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു, കൂടെ പച്ചമുളകും കൂടെ ഇട്ടു. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വാടിയെന്ന് വെച്ചാൽ നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ മസാലപ്പൊടികൾ അതിക്ക് മുമ്പായിട്ട് ഒരു 2-3-4 കൊടമ്പുളി ഇട്ട് കൊടുത്ത്, പുളി നന്നായിട്ട് ഇളകി വരാനായിട്ടാണ്. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച മസാലയും ഇട്ട് നല്ല രീതിയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൊരിയണം, അല്ലെങ്കിൽ ആ മുളകിൻ്റെ കുത്തലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം. വാടിയതിന് ശേഷം ഞാനിപ്പോൾ ആ അരച്ചെടുത്ത ജാറിൽ തന്നെയാണ് ഞാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഈ തലക്കറിക്കൊന്നും വലിയ ചാറൊന്നും വേണ്ട, എപ്പോഴും കുറുകിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്തിലാണെങ്കിലും കറി വെക്കുമ്പോൾ ചാറ് ഇത്തിരി മുന്നിൽ നിർത്തിയാലും അതൊന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച്, കല്ലുപ്പിട്ട് കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് നല്ലോണം ഒന്ന് അത്യാവശ്യം ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ മീനിട്ട് കൊടുക്കാറുള്ളൂ. ചാറ് തിളക്കുന്നതിന് മുന്നേ ഒരിക്കലും മീനിടരുത്. എപ്പോഴും ചാറ് ഒന്ന് ഒരു അല്പം വറ്റി ഒന്ന് കുറുകി നമുക്ക് ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കി വേണ്ട പാകത്തിന് വേണ്ട ഉപ്പും, അതേപോലെ കൊടമ്പുളി ഓട്ടോമാറ്റിക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുളി ഒന്നുകൂടെ ഇളകും. അപ്പോൾ അത് നോക്കി ഇട്ടാൽ മതി. അപ്പോൾ മൂടി വെച്ച് ഞാൻ വേവിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചാറൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കഴുകി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തലക്കറിയുടെ തല ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തലയും ഇട്ട് കൊടുത്ത് നമുക്ക് വേണ്ട ഉപ്പും പുളി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി നല്ല ചാറ് നല്ല കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ചധികം നേരം വേകട്ടെ. വെന്ത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് എടുക്കാവുന്നതാണ്. ഈ കറി ഭയങ്കര ടേസ്റ്റുള്ളൊരു തലക്കറിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, എല്ലാവർക്കും വീട്ടിൽ ഒത്തിരി ഇഷ്ടം. ഇതിൻ്റെ ചാറും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല പുട്ടുണ്ടാക്കിയായിരുന്നു, ഗോതമ്പ് പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ കൂടെയാണ് ഈ തലക്കറി കഴിച്ചത്. അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.